ഹായ് എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം പേപ്പറാണ് കേട്ടോ. അതായത് ഇൻ്റഗ്രേഷൻ, മലയാളവും പരിസര പഠനവും കൂടിച്ചേർന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ അത് പോയി കാണണേ. പ്രവർത്തനം 5 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി പ്രവർത്തനം 6, നിറം കൊടുക്കൂ. ഇതിൽ നല്ല ഭംഗിയുള്ളൊരു ചിത്രം കണ്ടു നിങ്ങൾ. ആ ചിത്രത്തിന് മക്കൾ നല്ല ഭംഗിയായി കളർ ചെയ്യണം കേട്ടോ. ഇനി തന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു 4 വരി എഴുതാനാണ്. നമ്മളിപ്പോൾ കളർ ചെയ്ത ചിത്രമില്ലേ, ആ ചിത്രത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച ഒരു 4 വാക്ക് മതി കേട്ടോ. പുഴു എന്ന് എല്ലാവരും എഴുതാൻ പഠിച്ചതാണല്ലോ. അപ്പോൾ പുഴു കണ്ടു എന്ന് എഴുതാം. പിന്നെ എന്ത് എഴുതാം? ചെടി കണ്ടു എന്ന് എഴുതാം. പുഴു ഇല തിന്നു എന്ന് എഴുതാം. പാവം ചെടി എന്ന് എഴുതാം. അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുന്ന വാക്കുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് പ്രവർത്തനം 7 നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കും. മഴയെക്കുറിച്ചൊരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4 വരി തന്നിട്ടുണ്ട്, താഴെ ഒരു 2 വരി. ഇനി 2 വരി നമ്മൾ ഉണ്ടാക്കി എഴുതണം. തന തന താന, തന തന താന, മഴ വന്നു തന താന. അടുത്ത വരി എന്താ? തന തന താന, തന തന താന. ആര് വന്നു? മഴ വന്നു എഴുതി. ഇനി അടുത്ത തര ചിത്രത്തിൽ കാണുന്ന ആട് നെയ്തല്ലേ. ആട് നടന്നു തന താന. സിമ്പിളായിട്ട് എഴുതട്ടോ മക്കളെ. ആട് എന്നുള്ളത് എല്ലാവരും പഠിച്ചതാണല്ലോ എഴുതാൻ. അത് എഴുതുക. എന്നിട്ട് അതിന് ശേഷം മുകളിലുള്ള തന താന എന്നുള്ള വാക്ക് താഴോട്ടെടുത്തുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്തതും. ആമ വന്നു തന താന താനന. പിന്നെ പുഴി വന്നു. അങ്ങനെ എഴുതണം കേട്ടോ. ഇനി നമുക്ക് 8ാമത്തെ പ്രവർത്തനം നോക്കാം. വലിയ പൂക്കൾ ചെറിയ പൂക്കൾ. വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ച് യോജിപ്പിക്കാനാണ്. ഏതൊക്കെയാ വലിയ പൂക്കൾ? ചെമ്പരത്തി, റോസ്, താമര, സൂര്യകാന്തി, തെച്ചി, മുല്ല. അങ്ങനെ കുറേ പൂക്കളുണ്ട്. താഴെ 2 കൊട്ടയുണ്ട്. വലിയ പൂക്കൾ എന്നെഴുതിയ കൊട്ടയും ചെറിയ പൂക്കൾ എന്നെഴുതിയ കൊട്ടയും. ആ 2 കൊട്ടയിലേക്കും ഇതിന്ന് വരച്ച് ചേർക്കാം കേട്ടോ. ഇതിൽ തെച്ചി, മുല്ലൊക്കെ ചെറിയ പൂക്കളിൽ വരും കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പറക്കുന്നവരെ കണ്ടെത്തൂ, വട്ടത്തിലാക്കൂ. ഇതിലാരൊക്കെയാ പറക്കുന്നതെന്ന് മക്കൾക്കറിയാലോ. പരുന്ത്, തത്ത, കാക്ക, മയിൽ, കുരുവി, ഇവരൊക്കെയാണല്ലേ പറക്കുന്നത്. അപ്പം നമ്മൾ വട്ടം വരച്ചു. അടുത്ത പ്രവർത്തനം വരയ്ക്കാനാണ്. വരയ്ക്കൂ, നിറം നൽകൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മഴനെ കുറിച്ചുള്ളൊരു ചിത്രം, മഴ പെയ്യുന്നൊരു ചിത്രം, മഴ പെയ്യുമ്പോഴുള്ള വീടോ മരമോ എന്തായാലും മതി. നിങ്ങൾക്ക് അറിയുന്ന പോലെ വരയ്ക്കുക. നന്നായി വരയ്ക്കാൻ പഠിക്കണം കേട്ടോ എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.